100% വൈബിൽ ആഘോഷിക്കുന്ന ആൾക്കാരാ. ക്യാമ്പസിലേക്കൊക്കെ ഒന്ന് പോയി നോക്കണം. ഓണം എന്ന് പറഞ്ഞാൽ അങ്ങ് ത്രില്ലാണ്. ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് ഓണം വരാൻ വേണ്ടിയിട്ട്. കുട്ടികള് അത് അവര് വേഷവിധാനത്തിലുണ്ട്, അവിടെ പരിപാടികളിലുണ്ട്, നല്ല നല്ല മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഓണം വല്ലാതെ മിസ് ചെയ്യില്ലേ? ആദ്യകാലങ്ങളിലൊക്കെ അങ്ങനെ മിസ്സിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് ശരിക്കും ഓണം ആഘോഷിക്കാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഓണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനിലും എല്ലാ ഓഫീസുകളിലും ഓണം നന്നായിട്ട് ആഘോഷിക്കും. ഞാനിവിടെ 2 വീഡിയോ വെച്ച് തരാം. അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ തമ്മിത്തല്ലുന്ന ആളുകളുണ്ടല്ലോ, മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും നിറത്തിൻ്റെയൊക്കെ പേരിൽ തമ്മിത്തല്ലുന്ന ആളുകൾ ഈ ഒരു വീഡിയോ കാണണം. പേരാമ്പ്രയിലെ MLA ഫാത്തിമ തഹ്ലിയുടെയും അതുപോലെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഷൗക്കത്ത് അലി സാറിൻ്റെയും ഈ 2 പേരുടെയും ഒരു ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അത് ഞാൻ വെച്ചുതരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഷൗക്കത്ത് അലി സാറിനെയും അതുപോലെ ഫാത്തിമ തഹ്ലിയൊക്കെ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. ഷൗക്കത്ത് അലി സാറിൻ്റെ വലിയൊരു ഫാൻ തന്നെയാണ് ഞാൻ. ഇന്ന് വരെ പുള്ളിയെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം പുള്ളിയെ ഈ ഒരു രാഷ്ട്രീയം ഒന്നും നോക്കാതെ നീതിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയും നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇതുപോലെ ഉള്ളൊരു ഉദ്യോഗസ്ഥനെയൊക്കെ ഉണ്ടല്ലോ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർ കണ്ടു പഠിക്കണം. ഈ പൈസ മേടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ അവരവരുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഈ ഷൗക്കത്ത് അലി സാറിനെ പോലുള്ള ആളുകളൊക്കെ ആ വ്യക്തിയെ കണ്ട് പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ ഫാത്തിമ തഹ്ലിയെയും അതുപോലെ ഈ ഷൗക്കത്ത് അലി സാറിൻ്റെയും ഒരു ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് 2 വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അത് ഞാൻ ഇവിടെ വെച്ച് തരാം. അപ്പോൾ ഇത് വെക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരും പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളാണ്. അപ്പം അവരെ മതം നോക്കാതെ അല്ലെങ്കിൽ ഇന്ന മതത്തിലുള്ള ഒരാളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഓണപ്പരിപാടിക്ക് അല്ലെങ്കിൽ ഓണാഘോഷത്തിലൊക്കെ അവരുടെ വീട്ടിൽ ക്ഷണിച്ചു കഴിഞ്ഞാൽ എന്നെ എങ്ങനെ സമൂഹം നോക്കിക്കാണും, അല്ലെങ്കിൽ എനിക്ക് അതൊരു ഇമേജിന് ബാധിക്കുന്ന ഒരു വിഷയമാവും എന്നൊന്നും നോക്കാതെ ആ ഒരു സ്നേഹം സന്തോഷം എല്ലാം അതിന് ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും പെരുന്നാളാണെങ്കിലും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പോകുക, സ്നേഹം പങ്കിടുക, ആഹാരം തരുവാണെങ്കിൽ കഴിക്കുക, തിരിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം നബിദിനവുമായിട്ടും അല്ലെങ്കിൽ ഓണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ മതസൗഹാർദ്ദങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സഹോദരങ്ങളെപ്പോലെ എല്ലാവരും ഒത്തൊരുമയോടെ വെള്ളം കൊടുക്കുന്നു, മേടിച്ച് കഴിക്കുന്നു, ആഹാരങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് മതസൗഹാർദ്ദങ്ങൾ, സ്നേഹമാണ്. സ്നേഹത്തിനും അപ്പുറം ഒന്നും ഇല്ലെന്നാണ് ഇതിലൂടെയൊക്കെ നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ വർഗീയത കൊണ്ട് കിടക്കുന്ന ആളുകളൊക്കെ ഇതൊക്കെ ഒന്ന് കാണണം. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ 10 പേരിലേക്ക് വീഡിയോ എത്തത്തുള്ളൂ. കാരണം ഈ വർഗീയത കൊണ്ട് കിടക്കുന്ന ആളുകളൊക്കെ ഇതൊക്കെ കാണണം, കണ്ട് മനസ്സിലാക്കണം, പഠിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം ഫാത്തിമ തഹ്ലിയുടെ ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ വെച്ച് തരാം. അതിനുശേഷം ഞാൻ ഈ ഷൗക്കത്ത് അലി സാറിൻ്റെ വീഡിയോ കൂടെ വെച്ച് തരാം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പുള്ളിയുടെ ഒരു വലിയൊരു ഫാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫാത്തിമ തഹ്ലിയെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടൊന്ന് കണ്ടുപോകെ. ഓണം നമ്മളെല്ലാവരും ഒന്നായി നിൽക്കണം. അതുപോലെ അത് ജാതിയില്ല, മതമില്ല, അതിനെല്ലാം അപ്പുറത്ത് നമ്മൾ മനുഷ്യനെന്ന നിലയിൽ ഒന്നിപ്പിക്കുന്നതാണ്, മലയാളി എന്ന നിലയിൽ ഒന്നിപ്പിക്കുന്നതാണ്. അതിനെ പറ്റിയിട്ട് സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് മാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജനറേഷൻ അഡാപ്റ്റ് ചെയ്യുമ്പം തീർച്ചയായിട്ടും ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഡൽഹിയിലെ പ്രൊട്ടസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കണ്ടത്. പിന്നെ ഇവിടെ സംസ്കാരത്തിനെ സംരക്ഷിക്കുക എന്ന് പറയുമ്പം അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഓരോ നാട്ടിലും ഇതേപോലെയുള്ള സംസ്കാരങ്ങളുണ്ട്. ഇതിന്റെ ഓണത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നതേ, എനിക്ക് ആസാമിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ നിന്ന് അവരുടെ ബിഹു, നമ്മളുടെ ഇവിടുത്തെ ഓണം പോലെയുള്ള ബിഹു, ആ സമയത്ത് അവരുടെ ഒരു ഡ്രസ്സ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടുത്തെ സെറ്റ് സാരി പോലത്തെ ഒരു ഡ്രസ്സ് വേഷം, ഏകദേശം ആ ഒരു വെണ്മയും അതിന്റെ ഒരു പിന്നെ എന്താ പറയാ സെറ്റ് സാരിയുടെ അഴകുള്ള വസ്ത്രം, അത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഹാർവസ്റ്റ് സീസൺ ആവുമ്പം അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ വസ്ത്രധാരണത്തിൽ വരെ അതിൻ്റെതായിട്ടുള്ള പിന്നെ ഒരേപോലെയുള്ള ഒരു രീതി പലപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് മാത്രമല്ല ഈ വെല്ലുവിളി ഉള്ളത്, ഇന്ത്യയിലെ സംസ്കാരങ്ങള് ഈ ഡൈവേഴ്സിറ്റി നമ്മൾ പറയുമ്പം ഇത്രയും വ്യത്യസ്തതയിൽ നമ്മൾ ജീവിക്കും. ആ വ്യത്യസ്തതകളൊക്കെ സംരക്ഷിക്കപ്പെടട്ടെ. പിന്നെ പുതിയ ജനറേഷന് നമ്മൾ അവരെ അങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. അവർ ഇതിന്റെ മൂല്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നല്ല മാറ്റങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവരാണ്.
അതില് എത്ര നമുക്ക് ഈ കാലം സഞ്ചരിക്കുന്നതിന്റെ വേഗത അറിയാം. അപ്പൊ ആ വേഗതക്കനുസരിച്ച് അവർ പുതിയ പുതിയ ഫോർമുലകൾ കണ്ടുപിടിക്കും. എന്നാലോ ആഘോഷങ്ങൾക്കൊന്നും ഒട്ടും കുറവില്ല. ഒരു പക്ഷെ പഴയ കാലത്തേക്കാൾ കൂടുതൽ ഇത്രയും ലൈവായിട്ട് ഏതൊക്കെ മേഖലയിൽ അവർക്ക് ഒരു ഓണാഘോഷം നടത്താൻ പറ്റുമോ അതിന്റെ 100% വൈബിൽ ആഘോഷിക്കുന്ന ആൾക്കാരാ. ക്യാമ്പസിലേക്കൊക്കെ ഒന്ന് പോയി നോക്കണം. ഓണം എന്ന് പറഞ്ഞാൽ അങ്ങ് ത്രില്ലാണ്. ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് ഓണം വരാൻ വേണ്ടിയിട്ട്. കുട്ടികള് അതവര് വേഷവിധാനത്തിലുണ്ട്, അവിടെ പരിപാടികളിലുണ്ട്, നല്ല നല്ല മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം തനതായിട്ടുള്ള പഴയ കാലത്തെ മത്സരങ്ങളൊക്കെ പൊടി തട്ടി എടുക്കുന്ന പുതിയ ജനറേഷനിൽ നിങ്ങൾ തിരിച്ചറിയണം. അപ്പം ആ വൈബ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. എന്തല്ലേ, കണ്ടില്ലേ, ഇതൊക്കെ ഒരു സന്തോഷമാണ്. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഇതൊക്കെ കാണണം. ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി, നമുക്കൊരു അസുഖം വന്ന് അല്ലെങ്കിൽ ഒരു പനി വന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മളെ ചികിത്സിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ അവിടെയുള്ള ഡോക്ടർ അതല്ല നേഴ്സ് അടക്കം ഒരുപാട് ആളുകൾ അവിടെ കാണും. പക്ഷെ അതൊക്കെ ചിന്തിക്കേണ്ട നമ്മളൊരു കാര്യമുണ്ട്. ഇപ്പം ഞാനൊരു മുസ്ലിമാണ്, എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ ഒരു ഹിന്ദുവാണ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യനാണ്. അപ്പോൾ അതൊന്നും ചിന്തിക്കാതെയാണ് അവരവിടെ വരുന്ന രോഗികളെ നീ ഒരു ക്രിസ്ത്യനാണോ അല്ലെങ്കിൽ മുസ്ലിമാണോ ഹിന്ദുവാണോ എന്നൊന്നും നോക്കാതെ എല്ലാവരെയും തുല്യതയോടുകൂടിയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലേ? അതാണ് മതേതരം, അതാണ് സ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ അവിടെയൊന്നും നമ്മൾ നോക്കത്തില്ല. നമ്മൾ കയറി ചെന്നിട്ട് ഇന്ന് ചികിത്സിക്കുന്ന ഡോക്ടർ എന്നെ മുസ്ലിം മാത്രം ചികിത്സിച്ചാൽ മതി, അല്ലെങ്കിൽ ഡോക്ടർ പറയാം എൻ്റെ മതത്തിലുള്ള ഒരാളെ മാത്രമേ ഞാൻ ചികിത്സിക്കൂ എന്നൊക്കെ പറയൂല്ല. അതുപോലെയാണ് ഇതിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ഒരുപാട് ആളുകൾ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കമൻറ്റ്, വർഗീയത കൊണ്ടിടുന്ന കമൻറ്റുകൾ ഞാൻ കാണാൻ ഇടയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുന്ന ആളുകൾക്ക് ഒന്ന് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം. കാരണം നിങ്ങളെ സപ്പോർട്ട് ഇനിയും അങ്ങോട്ടുണ്ടാവണം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ചാനൽ ഫോളോയും കൂടെ ചെയ്യണം. അപ്പം ഇത് വർഗീയത കൊണ്ട് നടക്കുന്ന ആളുകൾ ഇതൊക്കെ കാണണം, നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. ഇനി ഞാനിവിടെ ഷൗക്കത്ത് അലി സാറിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതും കൂടെ ഞാനൊന്ന് വെച്ച് തരാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് ഷാഫി പറമ്പിൽ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓണാഘോഷംസങ്ങൾ പറഞ്ഞിട്ട് പുള്ളി ഒരു വീഡിയോ പങ്കുവയ്ക്കുന്നു. ആ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കുറേ ആളുകൾ വന്നിരുന്നിട്ട് കുരു പൊട്ടുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യുന്നത് കണ്ടായിരുന്നു. ഇന്ന് നബിദിനമായതുകൊണ്ട് എന്തുകൊണ്ട് ഷാഫി നീ നബിദിനം പറഞ്ഞില്ല? ഇനി സംഘികളുടെ സ്നേഹം നിനക്ക് നഷ്ടപ്പെടുമെന്നോർത്താണോ നീ നബിദിനാശംസകൾ കൂടി പറയാഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന രീതിയിൽ, വർഗീയത ഉണ്ടാക്കുന്ന രീതിയിൽ കമൻ്റ് ഇടുന്ന കുറേ ആളുകളുണ്ട്. അവരൊക്കെ ചിന്താഗതി ഒന്ന് നോക്കിയേ. അപ്പം ഇപ്പം നബിദിനമാണെങ്കിലും അല്ലെങ്കിൽ ആണെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളൊക്കെ സ്കൂളുകളിൽ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിക്കുന്ന നമ്മളെ മതത്തിലുള്ള ആളുകളെ മാത്രം അടുത്തിരുത്തിയാണോ നമ്മൾ പഠിക്കുന്നത്? ഇല്ല. നമ്മളവിടെ ഉച്ചയ്ക്ക് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കുട്ടിക്കാലത്ത് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതിനി ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഏത് മതത്തിൽപ്പെട്ട കുട്ടിയാണെങ്കിലും കൊണ്ടുവരുന്ന നമ്മളെ കൂട്ടുകാരന്മാർ കൊണ്ടുവരുന്ന ചോറ് ചമ്മന്തിയൊക്കെ നമ്മൾ ഒരു പ്ലേറ്റിൽ അല്ലെങ്കിൽ ഒരു ഇലയിലിരുന്ന് കൈയിട്ട് അലിച്ചു വാരി തിന്നുന്നതൊക്കെ നമുക്ക് എല്ലാ ആളുകൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അല്ലേ? അവിടെ നമ്മൾ മതമോ രാഷ്ട്രീയം ഒന്നും നോക്കിയിട്ടില്ല. അപ്പം ഇതൊക്കെ ആളുകൾ മനസ്സിലാക്കണം, കണ്ട് പഠിക്കണം. കുത്തിത്തിരിപ്പും അതുപോലെ നിറത്തിൻ്റെ പേരിലാണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും മതത്തിൻ്റെ പേരിലാണെങ്കിലും വർഗീയത മാത്രം കാണുന്ന ആളുകൾ ഇതൊക്കെ കാണണം. അവർ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. സ്നേഹം എന്ന് പറയുന്ന സാധനമുണ്ട്, അതിനപ്പുറം ഒന്നുമില്ല. അതാദ്യം മനസ്സിലാക്കുക. വീണ് കിടക്കുമ്പോഴത്തേക്ക് നീ ഇന്ന ആളാണോ എന്നൊന്നും ചോദിക്കാതെ അവനെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടുന്നവനുണ്ടല്ലോ, അതിലും വലിയ ഒരു ജാതി ഒരു മതവും ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി ഈ ഷൗക്കത്ത് അലി സാറ് പറയുന്ന കുറച്ച് കാര്യം കൂടെ ഞാൻ വെച്ചുതരാം. ഈ പുള്ളിയുടെ ഫാനായത് കൊടിസുനിയെ പിടിച്ചുകൊണ്ട് വരുന്നൊരു രംഗമുണ്ടല്ലോ, മലയിൽ കയറിപ്പോയിട്ട്. എന്നിട്ട് പുള്ളി പറയുന്നുണ്ട്, എൻ്റെ പാർട്ടിയാണെങ്കിലും നീതിക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കും. സത്യം പറഞ്ഞാൽ അതോടുകൂടി ഞാൻ പറയാം. കാരണം ഒരു ഉദ്യോഗസ്ഥൻ ഒരു നിയമപാലകൻ എങ്ങനെ ആയിരിക്കണം എന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഷൗക്കത്ത് അലി സാറ്. അപ്പോൾ എന്തെങ്കിലും പുള്ളിയെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്നാലും പുള്ളിയുടെ ഒരു ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടുപോകെ. പി ഷൗക്കത്ത് അലിയും കുടുംബവും 24-നൊപ്പം ചേരുകയാണ്. ദീപക് ധർമ്മടം അവരോടൊപ്പം സംസാരിക്കുന്നുണ്ട്, കാണാം. AP ഷൗക്കത്ത് അലി കോഴിക്കോട് കമ്മീഷണറുടെ വസതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ മനോഹരമായൊരു പൂക്കളം കമ്മീഷണറും പോലീസുകാരൊക്കെ കൂടിയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് രാജേഷ് വള്ളരി കൊണ്ട് ഒന്ന് ക്യാമറ പാൻ ചെയ്താൽ ഒരു കുടുംബത്തെ കാണാം. ഇതാ യൂണിഫോം ഇല്ലാത്ത ഷൗക്കത്ത് അലിയും കുടുംബവുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്.
ഹാപ്പി ഓണം. ഇതാ ഹാപ്പി ഓണം. അപ്പം സാധാരണഗതിയിൽ ഈ ഓണത്തിന് സമാധാനത്തോടെ ആഘോഷിക്കാൻ പറ്റില്ല പോലീസുകാർക്ക്. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം ചോദിക്കുന്നത്, അങ്ങയുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ഒരു പോലീസ് ഓണദിനം. സാധാരണഗതിയിൽ സബ് ഇൻസ്പെക്ടർ മുതൽ ഓണം കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ സാധാരണ പറ്റാറില്ല. പക്ഷെ അടുത്ത കാലത്ത് കുറേ പറ്റുന്നുണ്ട്. ഞാൻ കൂടുതൽ ഓർമ്മിക്കുന്നത് പിന്നെ കൊരട്ടി പോലീസ് സ്റ്റേഷൻ, തൃശ്ശൂർ SI ആയ കാലം. കുറച്ച് കാലം ഞാൻ ഉണ്ടായിട്ടുള്ളൂ, പ്രൊമോഷൻ ആകുന്ന തൊട്ട് മുമ്പായിട്ട്. ഓണം ഒക്കെ അങ്ങനെ പോകുന്നതെന്ന് അറിഞ്ഞില്ല. ഓണത്തിൻ്റെ അന്ന് ഞാൻ ഇങ്ങനെ ഭക്ഷണം കേൾക്കാൻ, സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണ് എൻ്റെ റൈറ്ററും ഞാനും മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഓടി വന്നിട്ട് ഇന്ന് ഓണമാണ് സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വേഗം വീട്ടിൽ പോയി അന്നത്തെ ഓണസദ്യ കൊടുന്ന് കഴിച്ച്. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഓണത്തെ പറ്റിയുള്ള പോലീസിൻ്റെ ജീവിതത്തിൽ ഒരു ഓർക്കാവുന്ന ഒരു കാര്യം അതാണ്. ഈ യാത്രക്കിടയിലൊക്കെ ഓണം വരുമ്പോൾ പലപ്പോഴും ഇപ്പോൾ ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റ് പല അന്വേഷണത്തിനിടയിൽ ഓണം വല്ലാതെ മിസ് ചെയ്യില്ലേ? ആദ്യകാലങ്ങളിലൊക്കെ അങ്ങനെ മിസ്സിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് ശരിക്കും ഓണം ആഘോഷിക്കാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഓണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനിലും എല്ലാ ഓഫീസുകളിലും ഓണം നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അത് ഞങ്ങൾ അതിനെ തീരുമാനിച്ചതാണ്. ഓണം വരുന്നതിന് മുമ്പ് നമ്മൾ ആഘോഷിക്കുക, ഓണം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ആഘോഷിക്കും, നമ്മൾ ജോലി ചെയ്തുകൊണ്ട് ആഘോഷിക്കും. ഈ സാധാരണ നമ്മൾ ഈ ഓണ സമയത്ത് അല്ലെങ്കിൽ ഏത് ഫെസ്റ്റിവൽ വരുമ്പോഴും പറയുന്നൊരു കാര്യം എന്താ പറയുക, ഈ കോഴിക്കോട് ഭയങ്കര ബ്ലോക്കാണെന്നുള്ളതാണ്. ബ്ലോക്ക് ഓണം എന്നാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ലൈവിൽ പറയേണ്ടി വന്നത്. പക്ഷേ ഇപ്രാവശ്യം ബ്ലോക്ക് ഇല്ലാത്ത ഓണമാണ്. അത് ഷൗക്കത്ത് അലിയുടെ ഒരു ചെറിയൊരു കരസ്പർശം കൂടി അതിൽ പുറകിലുണ്ട് എന്നാണ് മനസ്സിലായത്. എൻ്റെ സഹപ്രവർത്തകരുടെ തന്നെ നല്ല കഴിവാണ് അതിനകത്തുള്ളത്. ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു, നന്നായിട്ട് ഒരു ഹോംവർക്ക് ചെയ്തു. ഞങ്ങളൊരു 100ഓളം പിന്നെ മഫ്റ്റി, അതായത് ഞങ്ങൾ ഷാഡോ പോലീസ് തന്നെ ഉണ്ട്, ഡ്രോൺ വെച്ചും മറ്റും പഠിച്ച് ആ കാര്യം ഞങ്ങൾ ജനങ്ങളെ അറിയിച്ചു. ഈ ഓണത്തിന് അങ്ങേക്ക് ഒരു പ്രത്യേകതയുണ്ട്. സർവീസിലിരുന്നു കൊണ്ടുള്ള ലാസ്റ്റ് ഓണമാണ്, ഇനി ആഘോഷിക്കാനുള്ള സമയമാണ്. അപ്പോൾ എന്താ മനസ്സിലൊരു പ്ലാൻ? അത്തരം കാര്യങ്ങളെ പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ഓരോ ദിവസവും ഉത്തരവാദിത്തമുള്ളതാണ്. ആ ഉത്തരവാദിത്തം അതുപോലെ തന്നെ മുന്നോട്ട് പോകുക. ഷൗക്കത്ത് അലി IPSന്റെ ഭാര്യയാണ് യഥാർത്ഥത്തിൽ ഈ ഇങ്ങേരുടെ എല്ലാ അന്വേഷണത്തിൻ്റെയും അതിക്രമങ്ങളുടെയും ഒക്കെ ഇര. അവർ ഈ ഓണത്തിന് എങ്ങനെയാണ് എന്ന് ചോദിക്കാം. ഈ ഓണത്തിന് കിട്ടാറുണ്ടോ ഇങ്ങനെ? പൊതുവെ കുറവാണ്. പക്ഷെ സാഹചര്യത്തിനനുസരിച്ച് നീങ്ങുക എന്നുള്ളത് നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഓണത്തിനൊരു പാട്ട് 24ന്റെ പ്രേക്ഷകർക്ക് വേണ്ടി. ഓക്കെ, രണ്ടുപേരും. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുനു ചിറകുമായി വരിക ശലഭമേ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. അപ്പം എല്ലാ പ്രേക്ഷകർക്കും കേരള പോലീസിന് വേണ്ടി, കോഴിക്കോട് സിറ്റി പോലീസിന് വേണ്ടി കമ്മീഷണർ ഓണാശംസകൾ നേരുകയാണ്. എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിബിദിനം വരുമ്പോഴും അതുപോലെ ഓണം വരുമ്പോഴും പെരുന്നാൾ വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും വിഷു വരുമ്പോഴും കുറേ ആളുകൾ അവിടെ നിന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്നുണ്ട്, വർഗീയ വിഷം ചീറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഏൽക്കുന്നില്ല. ഈ പറഞ്ഞിട്ടുള്ള നല്ലവരായ മനുഷ്യർ സ്നേഹവും സന്തോഷവും കൊണ്ട്, കാരണം അത്രയ്ക്കും ജനങ്ങൾ മതവും അതുപോലെ രാഷ്ട്രീയം അല്ലെങ്കിൽ നിറം ഒന്നുമല്ല, സ്നേഹത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഒന്നാണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ വേണം, അതൊക്കെയാണ് വേണ്ടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.